നമ്മുടെ ഡ്രസ്സ് തുന്നിയിട്ട് ബാലൻസ് ഇങ്ങനെ ക്ലോത്ത് വരുമ്പോൾ അത് നിങ്ങളെന്താ ചെയ്യാറുള്ളത്? ഞാൻ പരമാവധി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഈ സ്ലിറ്റഡ് ടോപ്പ് തുന്നിയിട്ട് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള തുണിയാണിത്. നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് വീതി കുറവാണ്. അപ്പോൾ ആ കിട്ടിയ കഷ്ണത്തിൽ നിന്ന് ഒരു ചെറിയൊരു പാവാട സെറ്റാക്കാനുള്ള പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുക. ഇതിലിപ്പോൾ ഒരു പാറ്റേണൊന്നും പറഞ്ഞു തരാനില്ല. ആ വീതിയുള്ള ഭാഗത്തു നിന്ന് സ്കേർട്ടിൻ്റെ പോർഷൻ പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നിന്ന് കിട്ടിയ 2 പീസ് നമുക്ക് താഴെ ഫ്രില്ല് കൊടുക്കാമെന്ന് ഓർത്തിട്ട് അതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 പീസും 2 ഭാഗത്തും ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഫ്രില്ല് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തേര് ഭാഗത്തുനിന്ന് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഗാദേഴ്സ് ഇട്ടെടുക്കണം. അതായത് ഒരുപാട് ഗാദേഴ്സ് ഒന്നും കിട്ടില്ല. നമ്മുടെ ആ വീതിയിലേക്ക് കുറച്ച് ചെറിയ ചെറിയ ചുരുക്ക് കൊടുത്തിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഗാദേഴ്സ് ഇടാൻ വേണ്ടി ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെയോ മീതത്തെയോ ത്രെഡ് വലിക്കുക, അറേഞ്ച് ചെയ്യുക, ഈ ഒരു വലുപ്പത്തിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇതിന് നമ്മൾ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിത് ചെയ്യണത് ബാലൻസ് വന്ന ആ ക്ലോത്തും കൂടെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ ആ സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗത്തേക്ക്, വീതി കൂടിയ ഭാഗത്തേക്ക് ഈ ഫ്രിൽസ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്രിൽസ് നമ്മൾ ആ നൂല് വലിച്ചിട്ട് പരമാവധി പറ്റുന്ന പോലെയൊക്കെ ഈവണായിട്ട് ഫ്രില്ല് സ്പ്രെഡ് വരുന്ന പോലെ വലിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം പരിപാടി തന്നെ മറ്റേ പീസിൽ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ 2 കഷ്ണമാണല്ലോ വെച്ചിട്ടുള്ളത്. നമുക്ക് ആകെ കിട്ടിയത് ഈ ഒരു കുറച്ച് വീതിയുള്ള കഷ്ണം. അത് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, പാരലോഗ്രാം അല്ലേ ഇത്, ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു സ്കേർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കിനും വേണ്ടിയിട്ട്. പിന്നെ താഴെ 2 റെക്റ്റാങ്കിൾ പീസ് ഫ്രില്ലിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രാപ്പിന് വേണ്ടി വള്ളി, ഇതിൽ നമുക്ക് വള്ളി കൊടുക്കാം. അപ്പോൾ വള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം, അത്രയും കഷ്ണമേ നമുക്ക് കിട്ടിയുള്ളൂ യൂസ് ചെയ്യാൻ പറ്റിയത്. ബാക്കി ഇനി വളരെ ചെറിയ നുറുങ്ങ കഷ്ണങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒഴിവാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് തന്നെയാണ് നമുക്ക് അടുത്ത പീസിലും ചെയ്യാനായിട്ടുള്ളത്, സെയിം. അപ്പോൾ അത് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസും നമ്മൾ ഫ്രില്ലിട്ടിട്ട് എടുത്തു. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സൈഡ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് ഏറ്റവും ചെറിയ സീം, അതായത് ഒരു 1/4 ഇഞ്ചൊക്കെ ഞാൻ കൊടുക്കണുള്ളൂ. കാരണം അത്ര വീതിയും മീതിയൊക്കെ ഉള്ളൂ. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അരവണ്ണം കറക്റ്റ് ആവില്ല. കാരണം നമുക്കൊരു 20 ഇഞ്ചാണ് അരവണ്ണം വരിക. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ആദ്യം ഞാനത് ഓർക്കാതെ ക്ലോസ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആക്ച്വലി അത് മൊത്തം ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിത് കയറ്റിയിടുക, പാവാട ഇടുക എന്നുള്ളത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് കൊടുക്കണം. ഒന്നെങ്കിൽ സിബ് കൊടുക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് ബട്ടൺ വയ്ക്കുകയോ പിന്നെ ബാൻഡ് വെച്ചിട്ട് വള്ളി വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ആണ് നമ്മുടെ പരിപാടി. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് അടിച്ച സ്റ്റിച്ച് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ പാതി ഇവിടെയും പാതി എവിടെയോ എന്ന് പറഞ്ഞ പോലെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് താഴത്തേക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അഴിച്ചെടുത്ത ഭാഗം നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു അരികെ വശം റോ എഡ്ജ് ഉള്ളിലേക്കായിട്ട് മടക്കി തയ്ക്കണോ, അത്ര തന്നെയുള്ളൂ. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാവാടയുടെ ഒരു 3/4 ഭാഗം പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ബാൻഡ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കഷ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു കഷ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആവും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു പീസ് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻഡ് തേരുവശമാണ്. അപ്പോൾ തേരുവശം ഞാൻ മടക്കി തുന്നണില്ല. അപ്പോൾ നമുക്കിത് 2 ഇഞ്ചോളം ലെങ്ത് ബാൻഡിന് കിട്ടും. നമ്മൾ ഉള്ളിൽ ഒരു വള്ളിയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റോ എഡ്ജ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ആ റോ എഡ്ജിനെ നമുക്ക് ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് കണ്ടോ, അപ്പോൾ ഇതാ ഇങ്ങനെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടുത്തെ റോ എഡ്ജ് ഫിനിഷായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, സാധാരണ പട്ടുപാവാടയുടെയൊക്കെ ബാൻഡ് വെക്കുന്ന പോലെ തന്നെ ആ പീസിനെ ഇപ്പുറത്തോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മളവിടെ എൻഡ് ക്ലോസ് ചെയ്യണില്ല, കാരണം നമുക്ക് ഉള്ളിൽ വള്ളിയാണ് കൊടുക്കേണ്ടത്. ഒരു ബട്ടൺ കൊടുത്താലും മതി. ഞാൻ പിന്നെ അവിടെ ഒരു കുഞ്ഞു കഷ്ണം തുണിയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് വള്ളി കൊടുക്കാം. വള്ളിയുടെ തുമ്പത്തൊരു ടാസൽ കൊടുക്കാം. അപ്പം അങ്ങനെ വള്ളിപ്പാവാട ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ, അതായത് വള്ളി സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി. അപ്പോൾ അതൊന്ന് നമ്മളൊരു കുഞ്ഞു കഷ്ണം വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്ക് ലെങ്ത് തികയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഇനി ഇത് ലൂപ്പ് തയ്ച്ച് ലൂപ്പ് ടേണർ വെച്ച് മറിച്ചടിക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ
മടക്കി വെച്ച് എളുപ്പം പണിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലൂപ്പ് ടേണർ വെച്ചൊക്കെ മറച്ച് ഇതുപോലത്തെ അടിപ്പ് കാണാത്ത വള്ളി വേണമെങ്കിൽ ഉണ്ടാക്കാം. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വള്ളിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അഗെയിൻ നമ്മൾ നേരത്തെ മടക്കി വെച്ച കുഞ്ഞ് ഒരു കഷ്ണം ഉണ്ടല്ലോ, അതിനെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ടാസൽ കൊടുക്കുക. അപ്പോൾ അതിന് വീണ്ടും നടുമടക്കി ടാസൽ അടിക്കണതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് നമ്മൾ ടാസൽ അടിച്ചു കൊടുക്കുക. അത് ഇപ്പം ഞാൻ ഡബിൾ ലെയർ തുണിയിട്ടിട്ടാണ് അടിക്കണേ. അതായത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ താഴത്തെ എഡ്ജൊന്നും ഫിനിഷ് ചെയ്യേണ്ട, ഓൾറെഡി ഫോൾഡഡ് എഡ്ജാണല്ലോ അത്. വേണമെങ്കിൽ ഭംഗിയുള്ള ടാസലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് പറ്റാവുന്നത്ര ഫിനിഷിങ്ങിൽ പെട്ടെന്ന് ചെയ്തെടുക്കുക. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഐഡിയ കേട്ടോ. പണ്ടൊക്കെ ഞാനൊരു ചുരിദാർ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കടയിലുള്ളവരും തയ്ക്കാൻ കൊടുത്താൽ തയ്ച്ച് തരുന്ന ചേച്ചിമാരും ഒരേപോലെ എന്നെ കളിയാക്കി പുച്ഛിച്ച് വിടാറുണ്ട് കേട്ടോ. കാരണം ഇതിന്ന് രണ്ടാൾക്കും കൂടെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും, ഇതൊക്കെ ബാക്കി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞാൻ അത്രയും മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പോഴും മെലിഞ്ഞിട്ടാണ്. ഇപ്പോൾ സൈഡ് പീസ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ തയ്ച്ച് കൊടുക്കാൻ ഒരു പെൺകുട്ടി ഉള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ എൻ്റെ കുട്ടിയായിട്ടും സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളായിട്ടൊക്കെ എനിക്ക് തുന്നി കൊടുക്കാനായിട്ട്, അതായത് എൻ്റെ ഡ്രസ്സിലൊരു കഷ്ണം തുണി ബാക്കി വന്നാൽ എനിക്കിത് വേസ്റ്റൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ പണ്ട് എക്സ്ട്രാ സ്മോൾ എടുത്താൽ പോലും എനിക്ക് പിന്നെയും ഓരോ ഇഞ്ച് വെച്ച് സൈഡ് അടിച്ചിട്ട് വേണ്ടിയിരുന്നു ഇടാനായിട്ട്. ഇപ്പോൾ പിന്നെ സ്വന്തമായിട്ട് തുന്നുന്നത് കൊണ്ടും സൈഡ് പീസ് ബാലൻസ് വന്നാൽ തുന്നി കൊടുക്കാൻ ആളുള്ളത് കൊണ്ടൊക്കെ നമുക്കിത് ബാലൻസ് ആയിട്ട് പോകും കേട്ടോ. അപ്പം അങ്ങനത്തെ ബോഡി ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാവാട ഇവിടെ സെറ്റായിട്ടുണ്ട്. ചെറിയൊരു തട്ടിക്കൂട്ട് പാവാടയാണ്, എന്തായാലും ആ തുണി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പാവാട ഇട്ട കുട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്